കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിനു പിന്നാലെ SFI KSU സംഘങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടി. നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കമുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച സംസ്ഥാന വ്യാപകമായി ഇന്ന് SFI പ്രതിഷേധിക്കും. ഇതിന്റെ ഭാഗമായി രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. വലിയൊരു സംഘർഷം തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് പാളയം ഭാഗമൊക്കെ അവിടെ ഒരു തെരുവ് യുദ്ധം നടന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ ക്യാമറാമാൻ അടക്കം പരിക്ക് പറ്റി. ശരിക്കും ആശങ്കയുടെ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ, അല്ലേ? തീർച്ചയായും ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിന് പിന്നാലെയാണ് ഈ സംഘർഷം ഉണ്ടായത് എന്നതാണ്. KSU SFI പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു. തെരുവ് യുദ്ധം എന്ന് തന്നെ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. കാരണം രാത്രിയിൽ ഒരു 10 മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു 9:30-ക്ക് ശേഷമാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. റിസൾട്ട് എത്തിയത് സെനറ്റിലും അതുപോലെ തന്നെ യൂണിയനിലുമായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. അതിൽ സെനറ്റിലും യൂണിയനിലും SFI വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 4 സീറ്റ് KSUവിനും ലഭിച്ചിരുന്നു സെനറ്റിൽ. അങ്ങനെ ഈ രണ്ട് വിഭാഗവും ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പാളയം പള്ളിക്ക് സമീപത്തേക്ക് എത്തിയ സമയത്താണ് ഇരു കൂട്ടരും പരസ്പരം മുഖാമുഖം വരികയും ഇവർ സംഘർഷത്തിലേക്ക് പരസ്പരം ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇവർക്കിടയിലേക്ക് പോലീസും എത്തി ഇവരെ മാറ്റുന്നതിനുള്ള സാഹചര്യത്തിലേക്ക് വന്ന സമയത്ത് ഇവർ പോലീസുമായും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രവർത്തകർ തമ്മിൽ പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. പോലീസിന്റെ ലാത്തിയും ഉൾപ്പെടെയുള്ളവ ഇവർ എടുത്ത് എറിയുന്നൊക്കെ ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടി പോലീസ് ഈ ജലപീരങ്കി പ്രയോഗിക്കുകയും തുടർന്ന് ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ലാത്തി വീശുകയും ചെയ്തു. പോലീസ് ലാത്തി കൂടുതൽ പ്രക്ഷോഭം അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ലാത്തി വീശുകയും ചെയ്തത്. അതോടുകൂടി പലർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം അടക്കമുണ്ടായി. SFI പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. നിലവിൽ SFI സംസ്ഥാന പ്രസിഡന്റ് അടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഇവർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സമയത്താണ് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആദ്യം കല്ലേറുണ്ടായി എന്നാണ് SFI പ്രവർത്തകർ അവകാശപ്പെടുന്നത്. എന്നാൽ പരസ്പരം പിന്നീട് തുടർച്ചയായ ഒരു കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ കല്ലേറിലാണ് നമ്മുടെ ക്യാമറമാൻ ജോസിനടക്കം പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഇപ്പോൾ അതിനുശേഷമാണ് ഇവരെ രണ്ട് ഭാഗത്തേക്ക് മാറ്റുന്നതിനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. തുടർന്ന് SFI പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന നേതാക്കളടക്കം DYFIയുടെയും അതുപോലെ തന്നെ CPMന്റെയും സംസ്ഥാന നേതാക്കളടക്കം അവിടേക്ക് എത്തുകയായിരുന്നു. അവിടെ എത്തിയ പ്രവർത്തകരെ അവർ ശാന്തരാക്കിയെങ്കിലും തുടർന്ന് ഇവർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഈ മാർച്ചിൽ വളരെ സംഘർഷപരമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സെക്രട്ടേറിയറ്റിൽ പാളയത്ത് നിന്നും സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചിൻ്റെ ഇടയിൽ അവിടെ സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവയൊക്കെ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും സെക്രട്ടേറിയറ്റിന് അവിടെ നിന്നും തിരികെയും പാളയത്തേക്കും മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവരുടെ മാർച്ച് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം യൂണിവേഴ്സിറ്റിക്ക് മുന്നിലെത്തിയാണ് സമാപിച്ചത്. ഇവിടെ എത്തിയ MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇവരെ പിന്നീട് അവിടെ നിന്നും പിരിച്ചുവിടുകയും ഇവർ വിവിധ സ്ഥലങ്ങളിലേക്കായി പോവുകയും ചെയ്തത്. എന്നാലും തുടർന്നും KSU പ്രവർത്തകർ പാളയം ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. അവിടെ പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. ഇവരെ നിയന്ത്രിക്കുന്നതിനെ പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. രാത്രിയോടുകൂടി ഇരു വിഭാഗത്തെയും ഏകദേശം 12 മണിയോടുകൂടി ഇരു വിഭാഗത്തെയും മാറ്റിയതിനു ശേഷമാണ് പോലീസ് അവിടെ നിന്നും പിന്മാറിയത് എന്നാണ്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. വലിയ ഒരു പ്രതിഷേധം അടക്കം ഇന്നലെ നടക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് സംസ്ഥാന വ്യാപകമായി SFI പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് നടത്തും. രാവിലെ 10 മണിയോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തിനായാലും വലിയൊരു സംഘർഷത്തിൻ്റെ നാളുകൾക്ക് തുടക്കമായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ അധികാരമേറ്റ അതേ സമയത്ത് തന്നെ SFIയുടെ ഭാഗത്തു നിന്നും മാർച്ചടക്കം സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തേക്ക് മാർച്ചടക്കം നടത്തുകയും ചെയ്തിരുന്നതാണ്. നേരത്തെ
യൂണിവേഴ്സിറ്റിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതേപോലെ തന്നെ സംസ്ഥാനത്ത് വീണ്ടും ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ നഗരത്തിൽ തലസ്ഥാനത്ത് ഒരു കലുഷിത അന്തരീക്ഷം ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും സംജാതമായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത് ഒരു പക്ഷേ ഇന്നും ഈ സംഘർഷങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് അതിശക്തമായ ഒരു മാർച്ച് തന്നെയാണ് SFI പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതും ഒരു പക്ഷേ സംഘർഷത്തിലേക്ക് കലാശിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. KSU പ്രവർത്തകരും SFI പ്രവർത്തകരും ഏറ്റുമുട്ടുമ്പോൾ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇരുവരുടെ ഭാഗത്തു നിന്നും കല്ലേറുണ്ടായതാണ് പ്രശ്നത്തിലേക്ക് വന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ശക്തമായ ഒരു വലിയൊരു സംഘർഷഭരിതമായ ഒരു നിമിഷങ്ങളായിരുന്നു. വാഹനങ്ങൾ ഒക്കെ പോകുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇന്നലെ വൈകിട്ട് എന്ന് പറയുന്നത്. രാത്രിയോടുകൂടി നിരവധി വാഹനങ്ങൾ തടയപ്പെടുകയും ഗതാഗതമടക്കം തടസ്സപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. കൃത്യമായ ഒരു പോലീസിൻ്റെ ഇടപെടൽ, വലിയൊരു പോലീസ് സന്നാഹം തന്നെ തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. എന്തുതന്നെയായാലും ഇന്നും അതിൻ്റെ ബാക്കി തീർച്ചയായും രജിത്ത്, ഇന്നും എന്തായാലും അതിന്റെ ബാക്കി പത്രം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തുടരുക രജിത്ത്. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോൾ തന്നെ ഇടതുപക്ഷ നേതാക്കളൊക്കെ ആ സ്ഥലത്ത് എത്തുകയുണ്ടായി. MV ജയരാജൻ അവിടെ എത്തിയപ്പോൾ നടത്തിയ പ്രതികരണത്തിലേക്ക്. അക്രമി സംഘത്തെ പോലെ തന്നെ കാക്കിധാരികളും SFIക്കാർക്ക് നേരെ ആക്രമണം നടത്തി. ഇപ്പം നിരവധി പേർ ആശുപത്രിയിലാണുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല. ഈ പോലീസ് അക്രമത്തിനെതിരെ KSU ക്രിമിനൽ സംഘത്തിൻ്റെ വിളയാട്ടത്തിനെതിരെ എല്ലാവരും യോജിച്ചു നിന്ന് പ്രതിഷേധിക്കും. ഒരു പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലാകെ വിദ്യാർത്ഥികൾ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രകടനവും മറ്റു പരിപാടികളും നടത്തുന്നതായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യുവജന പ്രസ്ഥാനവും ഈ നരനായാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നുണ്ട്. ഇത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇതെന്താ ജനാധിപത്യ സമൂഹമല്ലേ? ഇത് വെള്ളരിക്ക പട്ടണമാണോ? ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? രജിത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. രജിത്ത്, MV ജയരാജന്റെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ സർക്കാരിനെതിരെ പുതിയ പോർമുഖം രൂപപ്പെടുകയാണ്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ. കാരണം പോലീസാണ് ഇതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. പോലീസ് പക്ഷപാതപരമായി പെരുമാറി എന്നുള്ള ആരോപണമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ഇന്നലെ അവിടെ ചെന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ പോലീസ് നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇരു വിഭാഗങ്ങളും പിന്നീടും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പരസ്പരം കല്ലേറ് നടത്തുകയായിരുന്നു ഇവർ നടത്തിയത്. അതുകൊണ്ട് തന്നെ പോലീസിന് അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി. തുടർന്നാണ് പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത്. ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷവും ഇവർ പിന്മാറാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ടിയർ ഗ്യാസ് അടക്കം പോലീസ് പ്രയോഗിക്കേണ്ടി വന്നത്. എന്ത് തന്നെയായാലും തുടർന്നും ഇവർ കല്ലേറ് തുടർന്നു. പോലീസിന്റെ ഈ ആക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് SFI പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ആ സമയത്തും ഇരു വിഭാഗങ്ങളും തമ്മിൽ പരസ്പരം കല്ലേറ് നടത്തി എന്നതാണ്. പോലീസിന് അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ സമയത്ത് മാത്രമാണ് പോലീസ് ഇടപെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും ഈ രണ്ട് വിഭാഗവും KSU SFI വിഭാഗങ്ങൾ തലസ്ഥാനത്ത് ഇന്നലെ വലിയൊരു സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു തുടർഭാഗം ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രംഗത്തേക്ക് എത്തുന്നതെന്നാണ്. ഇന്നലെ നിരവധി SFI പ്രവർത്തകരും SFI പ്രവർത്തകർക്കൊപ്പം DYFI പ്രവർത്തകരും ഇതിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കല്ലേറ്, വളരെ രൂക്ഷമായ കല്ലേറാണ് ഇരു വിഭാഗങ്ങളും നടത്തിയത്. പാളയം പള്ളിക്ക് സമീപം മുതൽ സെക്രട്ടേറിയറ്റിലേക്കുള്ള ആ ഭാഗത്തെ എല്ലാം തന്നെ, യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുള്ള ആ ഭാഗമെല്ലാം തന്നെ കല്ലുകളും കമ്പുകളും ഒപ്പം തന്നെ പോലീസിന്റെ ലാത്തി അടക്കമുള്ളവയെ എടുത്തെറിഞ്ഞുകൊണ്ടാണ് ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. ഇതിനിടയിലാണ് പോലീസ് ഇവർക്കിടയിലേക്ക് കടന്നുകൊണ്ട് ഒരു സാഹചര്യം തണുപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ അതിനും കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് പോലീസ് ജലപീരങ്കിയും ലാത്തി ചാർജും നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് നടത്തുന്നുണ്ട്. SFI DYFI പ്രവർത്തകരാണ് എന്ത് തന്നെയായാലും ഈ മാർച്ച് നടത്തുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി തന്നെ SFI പ്രതിഷേധ പരിപാടികളും ഇന്ന് ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് SFIക്കാണ് വിജയം നേടാൻ കഴിഞ്ഞത്. സെനറ്റിൽ 6ഓളം സീറ്റുകളിലും അല്ലാതെയും SFI ആണ് ഈ ഭാഗങ്ങളിൽ സീറ്റുകളിൽ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 4 സീറ്റുകൾ മാത്രമാണ് KSUവിന് ലഭിക്കുകയും ചെയ്തത്. അതേ തുടർന്നാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഇവരുടെ രജിത്ത്
രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്നും പ്രതിഷേധമുണ്ട്, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്, ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ KSU എന്തായാലും കൈയും കെട്ടി നോക്കി നിൽക്കില്ല. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വീണ്ടും ഒരു ടാസ്ക്, ഇന്നത്തെ ഒരു നിയന്ത്രണം പിന്നെയും ഈ പ്രശ്നം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതും അവരെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് തന്നെയല്ലേ? തീർച്ചയായും ഇന്നലെ തന്നെ വലിയൊരു പോലീസ് സന്നാഹം സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. ഒപ്പം തന്നെയാണ് ഇന്നും രാവിലെ മുതൽ തന്നെ പോലീസിന്റെ ഒരു നിരീക്ഷണം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെയുണ്ട്. നമുക്കറിയാം ഇന്നലെ പോലീസുകാരാണ് ഈ നശിപ്പിച്ച ഫ്ലെക്സുകൾ അടക്കം എടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. റോഡിൽ അങ്ങിങ്ങായും ഈ ഫ്ലെക്സുകളും കല്ലുകളും കമ്പുകളും ഒക്കെ നിരന്ന് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വാഹനങ്ങൾക്ക് ഒട്ടും തന്നെ കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അത്രയ്ക്ക് വലിയൊരു സംഘർഷമാണ് ഇരു വിഭാഗവും തമ്മിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നും വലിയൊരു പോലീസ് സന്നാഹം സ്ഥലത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റുമുട്ടൽ വളരെ രൂക്ഷമായി തന്നെ തുടരുകയും ചെയ്തേക്കാം. ഒരുപക്ഷെ ഇന്നലെ നടന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ, ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ ഇന്ന് SFI DYFI പ്രവർത്തകർ ഇന്ന് മാർച്ചിലടക്കം പങ്കെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സമര ഗേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് തുറക്കുകയും ചെയ്തത്. ഈ സമര ഗേറ്റിലേക്ക് തന്നെ ഇന്ന് പ്രതിഷേധം നടത്തും എന്നാണ് SFI അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു പോലീസ് സന്നാഹം ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിലുണ്ടാകും. രാവിലെ 10 മണിയോടുകൂടി പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടുകൂടിയാണ് ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയും അതൊരു വലിയ സംഘർഷത്തിലേക്ക് രാത്രിയോടുകൂടി നീങ്ങുകയും ചെയ്തത്. ശരി രജിത്ത്, എന്തായാലും ഇന്നും SFI സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. അക്രമ സംഭവങ്ങൾ ഇന്നും ഉണ്ടാകുമോ? എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ.